ഒന്നിലധികം ദേവതകളെ ഉപാസിക്കാമോ എന്നൊരു ചോദ്യമുണ്ട്. ഇതിന് ഉത്തരം പറയുന്നത് പാക്കനാരുടെ ഒരു കഥയിലൂടെയാണ് കേട്ടോ. പാക്കനാരെ കുറിച്ച് എല്ലാവർക്കും അറിയാലേ. അദ്ദേഹം ഒരു ദിവസം അദ്ദേഹത്തിന്റെ മൂത്ത ജ്യേഷ്ഠനായിട്ടുള്ള മേഴത്തൂർ അഗ്നിഹോത്രിയെ കാണാനായിട്ട് എത്തിട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് അഗ്നിഹോത്രി അദ്ദേഹത്തിന്റെ കാലത്തുള്ള സന്ധ്യാവന്ദനത്തിലായിരുന്നു. അപ്പോൾ ആ ഒരു ഇല്ലത്തിന്റെ പടിക്കലെത്തിയിട്ട് ചോദിച്ചപ്പോൾ ഈ അഗ്നിഹോത്രിയുടെ പത്നി വന്നിട്ട് പറഞ്ഞു, ജ്യേഷ്ഠൻ, അതായത് പാക്കനാരുടെ ജ്യേഷ്ഠൻ ഇപ്പോൾ സന്ധ്യാവന്ദനത്തിലാണ്, അദ്ദേഹം ജപിച്ചുകൊണ്ടിരിക്കുകയാണ്, കുറച്ചു നേരം കാത്തിരിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ പാക്കനാര് സമ്മതിച്ചു. അദ്ദേഹം കാത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഇരിക്കുന്ന സമയത്ത് ഈ ഇല്ലത്തിന്റെ മുറ്റത്ത് ഒരു കമ്പ് കൊണ്ട് ഒരു കുഴി ഉണ്ടാക്കി. അപ്പോൾ ആ സമയം വെറുതെ കളയണ്ടല്ലോ എന്നാണ് പാക്കനാർ ഉദ്ദേശിച്ചത്. ഒരു കുഴി ഉണ്ടാക്കി. കുറച്ച് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന്റെ പത്നി പിന്നെയും വന്നിട്ട് പറഞ്ഞു, ജപമൊക്കെ കഴിഞ്ഞിരിക്കുന്നു, അദ്ദേഹം വിഷ്ണു പൂജ ചെയ്യാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ്, ആരംഭിച്ചിരിക്കുകയാണ്, കുറച്ചു നേരം കൂടെ ദയവ് ചെയ്ത് കാത്തിരിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ പാക്കനാര് പിന്നെയും കാത്തിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു, ഈ ആദ്യം കുഴിച്ച ഒരു കുഴി ഉണ്ടല്ലോ, അതിന് സമീപത്തായിട്ട് അതേ കമ്പ് കൊണ്ട് വേറൊരു കുഴി കൂടെ കുഴിക്കാനായിട്ട് ആരംഭിച്ചു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അഗ്നിഹോത്രിയുടെ പത്നി പിന്നെയും വന്നിട്ട് പറഞ്ഞു, ശിവപൂജയൊക്കെ കഴിഞ്ഞിരിക്കുന്നു, അദ്ദേഹം ഇപ്പോൾ വിഷ്ണു പൂജ ചെയ്യാനായിട്ട് ആരംഭിച്ചിരിക്കുകയാണ്, കുറച്ചു നേരം കൂടെ കാത്തിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോഴും പാക്കനാര് യാതൊരുവിധ ഭാവഭേദവും ഇല്ലാതെ അദ്ദേഹം ഇരിക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് കുഴി ഇപ്പോൾ കുഴിച്ചിട്ടുണ്ട്, മൂന്നാമതായിട്ടൊരു കുഴി അതിനടുത്ത് തന്നെ അദ്ദേഹം പിന്നെയും കുഴിക്കാനായിട്ട് ആരംഭിച്ചു. അങ്ങനെ സമയം ഇങ്ങനെ കടന്നുപോയിട്ടോ. കുറേ സമയം കഴിഞ്ഞു. അപ്പോഴേക്കും മുറ്റം നിറയെ കുഴിയായിരിക്കുന്നു. അത്രയധികം കുഴികൾ ഇങ്ങനെ കുഴിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ അഗ്നിഹോത്രി അദ്ദേഹത്തിൻ്റെ സന്ധ്യാവന്ദനമൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് വന്നു. പുറത്തേക്ക് വന്നപ്പോൾ കാണുന്ന കാഴ്ച നിറയെ ഇങ്ങനെ കുഴികൾ ഉണ്ടാക്കി വെച്ചിരിക്കുക. അപ്പോൾ തൻ്റെ അനുജൻ പാക്കനാര് യാതൊരുവിധ കാരണവുമില്ലാതെ, അത്രയും ബുദ്ധിമാനാണ്, ഒരു കാരണവും ഇല്ലാതെ ഇങ്ങനെ കുഴികൾ കുഴിച്ചു വെക്കില്ല എന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയായിരുന്നു. അങ്ങനെ ജ്യേഷ്ഠൻ അനുജനോട് ചോദിച്ചു, അങ്ങ് എന്തിനാണ് ഇത്രയധികം കുഴികൾ ഇവിടെ കുഴിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ പാക്കനാര് ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, ഈ കുഴികളെല്ലാം അങ്ങ് ഓരോ ദേവീദേവന്മാർക്കും പൂജകൾ ചെയ്യുന്ന സമയത്ത് വെവ്വേറെയായിട്ട് ഞാൻ കുഴിച്ചതാണ്. പക്ഷേ ഇതിൽ ആദ്യം കുഴിച്ച കുഴിയുണ്ടല്ലോ, അത് തന്നെ താഴേക്ക് ഇങ്ങനെ കുഴിച്ചു പോയിരുന്നെങ്കിൽ വെള്ളം കണ്ടേനെ എന്ന് അദ്ദേഹം പറഞ്ഞു. അത് കേട്ടപ്പോൾ ജ്യേഷ്ഠന് മനസ്സിലായി, അതായത് ഏതെങ്കിലും ഒരു ദേവതയെ കാര്യമായിട്ട് ഉപാസിച്ചിരുന്നെങ്കിൽ അവിടെ വെള്ളം കണ്ടേനെ, അതിൻ്റെ അറ്റം കണ്ടേനെ എന്നാണ് പാക്കനാര് ഉദ്ദേശിച്ചത്. അത് കേട്ടപ്പോൾ ജ്യേഷ്ഠൻ പറഞ്ഞു, അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ്, ഈ ഒരു കുഴി കുഴിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും വെള്ളം കണ്ടിരുന്നു. പക്ഷേ ഈ കിടക്കുന്ന എല്ലാ കുഴികളും താഴേക്ക് കുഴിച്ചാലും തീർച്ചയായിട്ടും വെള്ളം കാണും. ഭൂമിയുടെ അടിയിലെ ഇതിൻ്റെ എല്ലാ ഉറവകളും തമ്മിൽ അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട് എന്ന് പറഞ്ഞു. അതായത് എല്ലാ ദൈവങ്ങളും ഒന്ന് തന്നെയാണ് എന്നാണ് ജ്യേഷ്ഠൻ ഉദ്ദേശിച്ചത്. അപ്പം എല്ലാറ്റിലും വെള്ളം കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും വെള്ളത്തിന് ഒരു ക്ഷാമവും ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ഏത് മാർഗമാണെങ്കിലും, രണ്ട് മാർഗമാണെങ്കിലും അത് തെറ്റല്ല എന്ന് ജ്യേഷ്ഠനും പറഞ്ഞു.